നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ റായ്ബറേലിയിൽ പോസ്റ്ററുകൾ. ഹിന്ദുക്കൾക്കെതിരെ പരാമർശം നടത്തിയ രാഹുൽ തന്റെ മതമേതെന്ന് വ്യക്തമാക്കണമെന്നാണ് പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നത്. ഏകദിന സന്ദർശനത്തിനായി ചൊവ്വാഴ്ചയാണ് രാഹുൽ റായ്ബറേലിയിൽ എത്തിയത്. രാഹുൽ ഗാന്ധി ഉത്തരം പറയൂ എന്ന പോസ്റ്ററുകളാണ് നഗരത്തിൽ പലയിടത്തും പതിച്ചിരിക്കുന്നത്. ഹിന്ദുക്കളെക്കുറിച്ച് പാർലമെന്റിൽ രാഹുൽ നടത്തിയ പ്രസ്താവന പരാമർശിക്കുന്ന പോസ്റ്ററുകളിൽ അമൂല്യമായ വോട്ട് നൽകിയ റായ്ബറേലിയിലെ ഹിന്ദു വോട്ടർ അക്രമാസക്തനാണോ എന്നും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടയാളാണെന്ന് ദയവായി വ്യക്തമാക്കുക. നിങ്ങൾ ഹിന്ദു മതത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും റായ്ബറേലിയിലെ ഹിന്ദു വോട്ടർമാരെ അധിക്ഷേപിക്കരുതെന്നും പോസ്റ്ററുകളിൽ പറയുന്നു. പാർലമെന്റ് ഹൗസിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ചിത്രവും പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോസ്റ്ററുകൾ നഗരത്തിൽ ചർച്ചാ വിഷയമായി തുടർന്നു. ഇത് അവിടുത്തെ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചു. ഹിന്ദു അക്രമ പ്രസ്താവനകളിൽ രോക്ഷാകുലരായ ആളുകളാണ് ഈ പോസ്റ്ററുകൾ പതിച്ചതെന്നാണ് കരുതുന്നത്. ഈ പോസ്റ്ററുകൾ കണ്ട് കോൺഗ്രസ് പ്രവർത്തകരും അമ്പരന്നു. രാഹുൽ ഗാന്ധി ഭൂമാവ് ഗസ്റ്റ് ഹൗസിലേക്ക് പോകേണ്ട റൂട്ടുകളിലാണ് ഈ പോസ്റ്ററുകൾ പതിച്ചത് എന്നതാണ് പ്രത്യേകത. ഇക്കാരണത്താൽ മാലിക്മൌ, ഗോരാ ബസാർ റോഡ്, സിവിൽ ലൈൻ, സരസ് ഹോട്ടൽ, തിരഹ, മധുബൻ കോസ്റ്റിംഗ് റോഡ്, റായ്ബറേലി, പ്രയാഗ്രാജ് റോഡ് എന്നിവിടങ്ങളിൽ പോസ്റ്ററുകൾ പതിച്ചു. ആരാണ് പോസ്റ്ററുകൾ പതിച്ചതെന്ന് കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണെന്ന് CEO സദർ അമിത് സിംഗ് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ചൊവ്വാഴ്ച റായ്ബറേലിയിലെത്തി. പ്രാർത്ഥനയോടെ അദ്ദേഹം പര്യടനം ആരംഭിച്ചത്. പൂജയ്ക്ക് ശേഷം അദ്ദേഹം ഭൂമാവ് ഗസ്റ്റ് ഹൗസിലെത്തി തൊഴിലാളികളെ കണ്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സന്ദർശനമാണിത്. നേരത്തെ തൊഴിലാളി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ റായ്ബറേലിയിൽ എത്തിയിരുന്നു. അമ്മ സോണിയാഗാന്ധിയുടെ പരമ്പരാഗത സീറ്റാണ് റായ്ബറേലി. എന്നാൽ ഇത്തവണ രാജസ്ഥാൻ സീറ്റിൽ നിന്നാണ് അവർ രാജ്യസഭയിൽ എത്തിയത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ ഇവിടെ നിന്ന് മത്സരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.